ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാ പ്രിയങ്കയുടെ ജീവൻ ഇല്ലാതാക്കിയത്? എടോ, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച താൻ പിന്നെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. തന്റെ വഴിയിൽ ഒരു മുൾച്ചെടി ഉണ്ടെന്ന് ഭഗവാന് തോന്നിക്കാണും. എന്റെ പ്രിയങ്ക മോളെ ഞാൻ കൊന്നു പറയുന്നതിൽ നല്ലത് ഞാനങ്ങ് ചത്തുകളയുന്നതല്ലേ. അമ്മേ, അമ്മേ, താനവിടെ ഇരിക്കുക അശോകേ. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ അമ്മ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. കുറെ കാലമായി ഈ ഭീഷണി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിവിടെ നടക്കില്ല. അറിയാടാ എനിക്ക്, ഞാൻ ചത്താലേ നിനക്കൊന്നും ഒരു തെണ്ണം ഉണ്ടാവില്ല എന്നറിയാം. അങ്ങനെ ഉണ്ടാവുന്ന ഒരുത്തിയാ കത്തിക്കരിഞ്ഞ് തീർന്നത്. മോളെ, മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഇനി എന്നെ കൊന്നാലും കുഴപ്പമൊന്നുമില്ലമ്മേ. സത്യം നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. മരിക്കുന്ന കാര്യമൊന്നും പറയണ്ട. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത്. കണിമംഗലത്ത് പോയി അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. ഇനി അത് ഒട്ടും വൈകിക്കൂടാ. മോളെ പ്രിയങ്ക, നീ എന്തിനാ ഈ മുത്തശ്ശിയെ വിട്ടു പോയത്? മുത്തശ്ശി തരിച്ചായി പോയില്ലേ മോളെ? നീ ഇല്ലാത്ത ഈ ലോകത്ത് മുത്തശ്ശിക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല. മുത്തശ്ശി നിന്റെ അടുത്തേക്ക് വരാം. പക്ഷെ വരുന്നതിന് മുമ്പ് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും തല്ലിക്കെടുത്തിയ രാധിക എനിക്ക് ഇല്ലാതാക്കണം. കൊല്ലണോ എനിക്ക് അവളെ. അവളെ കൊന്നു ചിത കത്തിക്കുന്ന പുക മുത്തശ്ശിക്ക് കാണണം. നിനക്ക് വേണ്ടി മുത്തശ്ശി അത് ചെയ്യും മോളെ. എന്തേ കാണിക്കുന്നേ? ക്ഷേത്രം അടച്ചു കഴിഞ്ഞ വാതിലിൽ തൊട്ടുവിടാം. അങ്ങനെ ഇവിടുത്തെ ആചാരം. മനസ്സിലായോ? അല്ല, താനല്ലേ ഇന്നലെ അവിടെ ഡാൻസ്? ആ, ഇന്നലെ ഫോട്ടോ എടുത്ത ആളല്ലേ? അതെ. ഇവിടെ എന്താ? ഓ, ഇവിടെയും പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ലല്ല, തെരഞ്ഞു വന്നതാ. ആരെ? പേരെന്താ? തെരഞ്ഞു വന്നതല്ലേ, പേരും തെരഞ്ഞു തന്നെ കണ്ടുപിടിച്ചോ. ഹലോ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ? അതോ ഇതോ അങ്ങൊരുക്കുന്ന മായാജാല കാഴ്ചയാണോ?
ഒന്നിച്ചു ചേരില്ലെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ അത് സത്യമാകാൻ പോകുന്നു. അതിനുവേണ്ടി അങ്ങ് കാണിച്ച മായാജാലത്തില് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എല്ലാം അങ്ങയുടെ തീരുമാനം തന്നെയായിരുന്നോ? ഹലോ. ആ ഹലോ, ഉറങ്ങിയായിരുന്നോ? ഇല്ല, ഒട്ടും ഉറക്കം വന്നില്ല. ഓരോന്നിങ്ങനെ ആലോചിച്ച് കിടക്കായിരുന്നു. ആ ഞാനും അതെ. അവിടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെ പെരുമാറിയേ? എല്ലാവരും നല്ല സന്തോഷത്തില്. കുറ്റപ്പെടുത്തിയ വാക്കുകൾക്ക് എല്ലാവരും ക്ഷമ പറഞ്ഞു. അല്ല, അച്ഛനോടും അമ്മയോട് സംസാരിച്ചോ താൻ? അച്ഛനെ ഞാനിന്ന് ഭക്ഷണം കഴിപ്പിച്ച്. അച്ഛൻ കുറേ സംസാരിച്ചു. മുത്തശ്ശി ബഹളം ഉണ്ടാക്കാൻ വന്നപ്പോഴേ ആട്ടി ഓടിച്ചു. ഓ, ഇനി നമ്മളെ കുറ്റം പറയാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു. ആ അതാണ്. എത്രയും പെട്ടെന്ന് കണിമംഗലത്തേക്ക് വരുന്നുണ്ടെന്നും അച്ഛൻ പറഞ്ഞു. ആ വരട്ടെ. ആ എനിക്കേ ഇപ്പൊ തന്നെ കാണാൻ തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ വേണ്ട വേണ്ട. ആ അതെന്താ, തനിക്ക് എന്നെ കാണാൻ ആഗ്രഹമില്ലേ? ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ട. ശരി, ഞാൻ വരുന്നില്ല. അധികം വൈകാതെ നമുക്ക് ആരും പേടിക്കാതെ ഒന്നിച്ച് ജീവിക്കാമല്ലോ അല്ലേ? ഞാൻ ഭഗവാനോട് ചോദിക്കായിരുന്നു, ഇതൊക്കെ ഭഗവാൻ കാണിച്ച മായാജാലാണോന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാ പ്രിയങ്കയുടെ ജീവൻ ഇല്ലാതാക്കിയത്? എടോ, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച താൻ പിന്നെ ചോദ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. തന്റെ വഴിയിൽ ഒരു മുൾച്ചെടി ഉണ്ടെന്ന് ഭഗവാന് തോന്നിക്കാണും. ആ അതുകൊണ്ട് അതങ്ങ് വെട്ടിമാറ്റി, അത്രയേ ഉള്ളൂ. എന്നാലും ഇന്നും അവളൊരു വേദനയായിട്ട് മനസ്സിൽ കിടക്കും. ആ ഇപ്പൊ എന്ത് ചെയ്യാനാ? അയാൾക്ക് വേണ്ടി ഇനി ചെയ്യാനുള്ളത് അയാളെ അപകടപ്പെടുത്തിയത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാ. അഡ്വക്കേറ്റ് ആരതി ഉള്ളപ്പോ അതിന് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തെറ്റിയതവർക്ക് നല്ല ശിക്ഷ കിട്ടട്ടെ. ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ കുറെ അനുഭവിച്ചല്ലേ. എടോ, ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോ എല്ലാ സങ്കടങ്ങളും ഞാൻ തീർത്തോളാം. ദേ, ചിരിക്കാൻ മാത്രം ശീലിപ്പിച്ചോളാം. എന്റെ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നും വേണ്ട. ഞാൻ ചിരിക്കാൻ തീരുമാനിച്ചപ്പോഴൊക്കെ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട്. ആ അത് നമ്മൾ രണ്ടുപേരും രണ്ടിടത്തിരിക്കുമ്പോഴല്ലേ. എന്റെ കൂടെ വന്നു. ഒരു സങ്കടവും ഞാൻ വരുത്തില്ല ഒരിക്കലും.